മാധ്യമത്തിന്റെ പ്രാധാന്യം ഇന്ത്യ കൂടുതൽ തിരിച്ചറിയുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ നീങ്ങുന്നത്. നമസ്കാരം. അത് തീർച്ചയായിട്ടും സാർ പറഞ്ഞാലാണ് അത് വരാൻ പോകുന്നത്. അതിൽ കഴിഞ്ഞാൽ വേറൊന്നുമില്ല. അദ്ദേഹത്തിന്റെ കൊണ്ടേക്കാളെ അത് ഉപകാരപ്പെട്ടു. ഞാൻ കുറെ കാലമായിട്ട് ഈ വാർത്താ ചാനലുകളോ അങ്ങനെയുള്ള പേപ്പറോ ഒന്നും വായിക്കാറില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് കണ്ടില്ലേ, ഇപ്പോൾ അടുത്ത് തന്നെ ഒരുത്തരെ പിടിച്ച് ഒരു കുറ്റവും ചെയ്യാത്ത ഒരാളെ പിടിച്ച് അയാളെ പിടിച്ചുകൊണ്ട് ജയിലിലിട്ടു. അയാൾ മനസാവാച കർമ്മനെ അറിഞ്ഞില്ല, മീഡിയകൾ ഇങ്ങനെ കൊട്ടിഘോഷിച്ചു. അവസാനം അയാൾ കുറ്റക്കാരനല്ലാതെ മനസ്സിലായ സമയത്ത് അയാൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ അയാൾ ആത്മഹത്യയുടെ വക്കിലാണ്. കാരണം എന്ന് വെച്ചാൽ തിരിച്ച് ഈ സാധനം മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നില്ലല്ലോ, അയാൾ കുറ്റക്കാരനല്ല എന്നുള്ള രീതിയിൽ. അത് ശരിയാണ്. ഈ മീഡിയകളും പത്രങ്ങളും ഒക്കെ ഈ എല്ലാവർക്കും ചാനലുകളെല്ലാം ഉണ്ടല്ലോ, അവർക്ക് മത്സരമാണ്. ആദ്യം ന്യൂസ് എനിക്ക് ചെയ്യണം, ആദ്യം ന്യൂസ് എനിക്ക് എന്നുള്ള മത്സരമാണ്. അതുകൊണ്ട് അവരെന്ത് ചെയ്യും, ഒരു കഥയും ഉണ്ടാകും. ഇപ്പോൾ ഒരുത്തനെ കുറിച്ചുള്ള ഒരു കാര്യമാണ് പറയുന്നതെങ്കിൽ നടക്കുക, ചിലപ്പോൾ അത് സത്യമാണ് ആവണമെന്ന് തന്നെ ഇല്ല. അവരൊരു കഥ ഉണ്ടാക്കി അതങ്ങ് മീഡിയ അങ്ങ് പൊലിപ്പിച്ച് കാണിക്കും. അതിനുശേഷം കാരണം ഇത് ഓരോ മീഡിയകളിലും അവർക്കത് എനിക്കാദ്യം വേണം, ഞാൻ അതിനെക്കുറിച്ചുള്ള വ്യക്തമായ ന്യൂസ് കൊടുക്കുന്നൊക്കെ അവർക്ക് കാണിക്കാൻ വേണ്ടി ഉള്ള കള്ളങ്ങൾ മുഴുവൻ ഞാൻ അടിച്ച് ചേർത്തിട്ട് എങ്ങനെ അതിനെ ഷോ ഓഫ് ചെയ്യും. അതിനുശേഷം അത് തെറ്റാണെന്നറിയുമ്പോഴോ പിന്നെ മിണ്ടൂല, അതവിടെ അങ്ങ് സ്റ്റോപ്പ് ഇട്ടിട്ട് അടുത്ത ന്യൂസ് തേടി പോകും. പിന്നെ പത്രങ്ങളെ കൊണ്ടൊരു ഗുണമുണ്ട്. അവർ ചില ന്യൂസുകൾ ഇങ്ങനെ അബദ്ധം പറ്റിയാൽ ഇതാ ലാസ്റ്റ് പേജിൽ അത് ലാസ്റ്റ് പേജിൽ കൊണ്ടുവന്നൊരു തിരുത്ത്.